ഒരു ദിവസം ഞാൻ എൻ്റെ യജമാനൻ്റെ ഈന്തപ്പന തോട്ടത്തിലെ ഒരു ഈന്തപ്പനയുടെ മുകളിൽ നിൽക്കുന്ന സമയം യജമാനൻ്റെ അരികിലേക്ക് തൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവരുടെ സംസാരം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഖാത്തലല്ലാഹു ബനി ഖൈല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഔസ് ഖസ്റജ് ഗോത്രത്തെ ശപിക്കട്ടെ. ഇന്നഹും അൽ ആൻ ലമുജ്തമിഊന ബി ഖുബാ അലാ റജുലിൻ ഖദിമ അലൈഹിം മിൻ മക്ക അൽ-യൗം യസഅമൂന അന്നഹു നബി. ഔസും ഖസ്റജും ഇപ്പോൾ മക്കയിൽ നിന്ന് പ്രവാചകനാണെന്ന് വാദിച്ചു കൊണ്ടുവന്ന ഒരാൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് അവരെ കൂടെ കൂടിയിരിക്കുന്നു. അള്ളാഹു അവരെ ശപിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ സംസാരം ഞാൻ കേട്ടപ്പോൾ മഹാനരാകുന്ന സൽമാൻ ഫാരിസി തങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ ബോധം നഷ്ടപ്പെട്ട് മുകളിൽ നിന്ന് എൻ്റെ യജമാനൻ്റെ മുകളിലേക്ക് വീണുപോകുമോ എന്ന് പേടിച്ചുപോയി. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ വലിയ സ്വപ്നം ഇവിടെ പൂവണിയുകയാണല്ലോ എന്നതോർത്തുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ഇരിക്കെ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഇപ്പോൾ പറഞ്ഞത്? ഇത് കേട്ടപാടെ എൻ്റെ യജമാനൻ ദേഷ്യം പിടിച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. എന്താണ് നീ ചോദിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞതൊന്ന് വ്യക്തമാക്കി ആവശ്യപ്പെട്ടു. എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ ഒഴിഞ്ഞു മാറി. അങ്ങനെ അന്ന് വൈകുന്നേരം ഞാൻ മദീനയിലെ നബിതങ്ങൾ ആദ്യം വന്ന് താമസിച്ച ഖുബായുടെ പരിസരത്തേക്ക് പോയി. ഈ മനുഷ്യൻ അമൂരിയയിൽ നിന്ന് എനിക്ക് നിർദ്ദേശം കിട്ടിയ പ്രവാചകനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ 3 അടയാളങ്ങളും ബൃഹത്താക്കി വെച്ചിരുന്നു. ഞാൻ ആദ്യമായിട്ട് കയ്യിൽ കരുതിയിരുന്ന ഈത്തപ്പഴങ്ങൾ എടുത്തുകൊണ്ട് ആ പ്രവാചകൻ്റെ അരികിൽ കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിദൂര നാട്ടിൽ നിന്ന് യാത്ര വന്നവരല്ലേ, വിശപ്പുണ്ടാകും, നിങ്ങൾ നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇത് നിങ്ങൾക്കൊരു സ്വതക്കയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് നോക്കി മെല്ലെ ബാക്കിലേക്ക് നിന്നു. നോക്കുന്ന സമയം പ്രവാചകർ അവിടുത്തെ അനുയായികളെ വിളിച്ചിട്ട് ആ ഭക്ഷണമെല്ലാം അവർക്ക് നൽകി. ഒരു തരി പോലും പ്രവാചകർ കഴിച്ചില്ല.